വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ നാവിന് സരസ്വതി വിലാസമുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടെത്തൽ. മലപ്പുറത്തെ വിവാദ പരാമർശത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ പ്രസംഗം എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്താണ് ഈ വെള്ളാപ്പള്ളി പുകഴ്ത്തലിന് പിന്നിൽ പിണറായിയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? സരസ്വതി വിലാസം എന്നുള്ള വാക്ക് അദ്ദേഹം പ്രയോഗിച്ചതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ട് തോന്നുന്നത്. അതെ, കാരണം അത് മിത്തല്ലേ, സരസ്വതി മിത്തല്ലേ. അതെ. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന സരസ്വതി എന്നുള്ളൊരു വാക്ക് കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് സരസ്വതി മിത്താണ്. അപ്പോൾ വികട സരസ്വതി അല്ലാതെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ വാക്ക് പുറത്തു വന്നത് വളരെ അർത്ഥവത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാക്ക് വെറുതെ ഒന്നും പുറത്തു വരത്തില്ല, വെറുതെ ഒന്നും വാക്കുകൾ പറയുന്ന ആളല്ല. ഇത് വെള്ളാപ്പള്ളി പ്രീണനം. ഇതുവരെ അദ്ദേഹം മതന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി ഇപ്പോൾ ആ മലപ്പുറത്ത് നിലമ്പൂരിൽ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ നിലമ്പൂരിനടുത്ത് വെച്ച് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ ഏതെങ്കിലും BJP-കാരൻ പറഞ്ഞാൽ അത് മുഴുവൻ വർഗീയതയാണ്, വർഗീയ വിഷം പകരുകയാണ് എന്ന് പറയുന്ന അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വെള്ളാപ്പള്ളിയുടെ നാവിൽ നിന്ന് അതേ വാക്കുകൾ വീണപ്പോൾ അത് സരസ്വതി വിലാസമാണ് അല്ലെങ്കിൽ സരസ്വതി വിജയമാണ് എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നാവിൽ സരസ്വതി ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവഭക്തനായിട്ടുള്ള വെള്ളാപ്പള്ളി അതിൽ വീഴും എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരു നല്ല വിഭാഗം ആൾക്കാരുടെയും. ഇത് നടക്കുന്ന ചേർത്തല വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ആ ചേർത്തല ആലപ്പുഴ ബെൽറ്റ് അറിയാമല്ലോ, അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോൺസ്റ്റിറ്റ്യുവൻസും അറിയാമല്ലോ. അതെ, അവരുടെ വോട്ടുകളാണ് അത്യാവശ്യം സ്വാധീനം. ആ വോട്ടുകൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മറിച്ചത്. അപ്പോൾ അത്തരം ഒരു വലിയ ശക്തിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ശക്തിയെ ആവാഹിക്കുകയാണ്. അപ്പോൾ മറ്റ് ക്ഷേത്രങ്ങളിലുമൊക്കെ പോയി തൊഴുത് പല രാഷ്ട്രീയ ഭക്തന്മാരും കാണിക്കുന്ന ആ ഒരു ഏർപ്പാടിന് പകരം വെള്ളാപ്പള്ളിയെ സ്തുതിച്ചുകൊണ്ട് തന്നെ അത് നേടിയെടുക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നോക്കൂ, നമുക്ക് രാഷ്ട്രീയമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിണറായി പറഞ്ഞ കാര്യമാണ്. പിണറായി വിജയൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി പറഞ്ഞത് രാഷ്ട്രീയം മാത്രമാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. ഉദ്ദേശിക്കുന്നത് മുസ്ലിം ലീഗിനെയാണെന്നുള്ളത് 100% വ്യക്തം. അതിനൊരു വ്യക്തമാക്കൽ ഇനി ആവശ്യമില്ല, തെളിവെടുപ്പും ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രശാന്തും ഞാനും കൂടി ഇരുന്ന് ഇത് വിശകലനം ചെയ്തതാണല്ലോ. ആ വിശകലനം ചെയ്തപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഉള്ളതായിട്ട് പ്രശാന്തിന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനകത്തൊരു സാമൂഹിക പ്രശ്നമാണ് അദ്ദേഹം ഉയർത്തിയത്. സാമുദായിക പ്രശ്നം. അതെ, സാമുദായിക പ്രശ്നമാണ്. ഒരു വിഭാഗത്തിന്റെ പിന്നാക്കാവസ്ഥയും വേറൊരു വിഭാഗം ഈ ന്യൂനപക്ഷത്തിന്റെ പേരിൽ തട്ടിയെടുക്കുന്ന ആനുകൂല്യങ്ങളും. ഇതാണ് പിണറായി വിജയൻ പച്ചയ്ക്ക് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് പറഞ്ഞത്. അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമേ. അതിന്റെ ഒരു എക്സ്പാൻഷൻ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യവുമാണ്. മുസ്ലിം ലീഗിനെ എതിർത്തോ, പിന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എതിർത്തോ, പാണക്കാട് തങ്ങളെ എതിർത്ത് ഒരൊറ്റ വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അവരുടെ രാഷ്ട്രീയത്തെ എതിർത്തിട്ട് ഒരു വാക്കുപോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അവിടെ. അപ്പം ഇവിടെ വന്ന് പിണറായി പറയുന്ന അതിനൊരു ദുർവ്യാഖ്യാനം. അദ്ദേഹം ശിവഗിരി മഠത്തിലൊക്കെ പോയിട്ട് ശ്രീനാരായണ ഗുരുവിന് പുതിയ വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുന്നത് പോലെ അടിമുടി സനാതന ധർമ്മഭക്തനായിട്ടുള്ള നാരായണ ഗുരുവിന് വേറൊരു പകർന്നാട്ടം നൽകാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ ഇവിടെ വെള്ളാപ്പള്ളിക്ക് പുതിയൊരു പരിവേഷം നടത്താനുള്ള ശ്രമവും നടത്തി. ഏതാണ്ടൊരു 11-12 വർഷം, അതിൽ കൂടുതലില്ല, 2014 മറ്റോ ആണ് ഈ വെള്ളാപ്പള്ളി നടേശൻ, 14 15 ഒക്കെയാണ് വെള്ളാപ്പള്ളി നടേശനെ അതിരൂക്ഷമായി ആക്രമിച്ച് പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. കാരണം കോഴിക്കോട് ഈ സെപ്റ്റിക് ടാങ്കിൽ കുടുങ്ങിപ്പോയ 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നൌഷാദ് എന്നൊരു ചെറുപ്പക്കാരൻ അതിനകത്ത് ഇറങ്ങുകയും അവരോടൊപ്പം നൌഷാദിന്റെ ജീവനും നഷ്ടപ്പെട്ടു. കാരണം അതിനകത്ത് ഈ മറ്റേ വിഷവാതകം ഉണ്ടായി, അത് ശ്വസിച്ച് ഇവർ 3 പേരും മരിച്ചു. അന്ന് ഈ വലിയ തോതിൽ നൌഷാദിന്റെ ജീവത്യാഗത്തെ എല്ലാവരും പ്രകീർത്തിച്ചു. തീർച്ചയായിട്ടും വേണ്ടതാണല്ലോ. അപ്പോൾ അന്ന് വെള്ളാപ്പള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഒരു മുസ്ലിമായിട്ട് ജനിക്കാൻ കൊതിയാകും. അല്ല, അദ്ദേഹത്തിന് ഒരു അവാർഡും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ പാരിതോഷികങ്ങളൊക്കെ കിട്ടുമായിരുന്നു എന്ന് വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന്റെ സമുദായ വിഷാദ യോഗമാണത്. അതായത് തൻ്റെ സമുദായത്തിന് ഇതുപോലുള്ള യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സങ്കീർത്തനം മാത്രമായിരുന്നു അത്. എന്നിട്ട് പിണറായി വിജയൻ ഇടത്തും കുറഞ്ഞ്
വർഗീയ വിഷമായിട്ട് അദ്ദേഹത്തെ പറയാനൊന്നുമില്ലാത്തതുപോലെ അന്ന് അദ്ദേഹം അതെ, വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം, വെള്ളാപ്പള്ളിയെ വിചാരണ ചെയ്യണം, എന്തൊക്കെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിണറായി വിജയന്റെ പോസ്റ്റ് ഇപ്പോൾ വീണ്ടും പുറത്തു വന്ന് അത് വൈറലായിട്ടുണ്ട്. അന്ന് വെള്ളാപ്പള്ളിയെ വിളിച്ച ചീത്ത. അതെ, അതേ പിണറായി വിജയൻ തന്നെയാണ് അവിടെ അദ്ദേഹവുമായിട്ട് കൈകോർത്ത് ചെയ്യുന്നുകൊണ്ട് ഐക്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. സരസ്വതി വിലാസം നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ അദ്ദേഹം പറഞ്ഞത് എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധന ഉണ്ടാവുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. മാൽത്തൂഷ്യൻ തിയറി അനുസരിച്ച് ജിയോമെട്രിക്കൽ പ്രൊപ്പോർഷൻസിലാണ് ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ലോകം ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷനിലേക്ക് പോകുമെന്നാണ്. മാൽത്തൂസ് പറഞ്ഞ വളർച്ച, ജനസംഖ്യയെ വളർച്ചയേക്കാൾ വെല്ലുന്ന വളർച്ചയാണോ മലപ്പുറത്തുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് മലപ്പുറത്ത് MLA-മാരുടെ എണ്ണം കൂടി. MLA-മാരുടെ വളരെ പ്രധാനമാണത്. പത്തനംതിട്ടയിൽ അതേസമയം കുറഞ്ഞു. ഈഴവരും ക്രിസ്ത്യാനികളും ആലപ്പുഴയിലും കുറയും, മറ്റെല്ലായിടത്തും കുറയുമ്പോൾ മലപ്പുറം ഒരു റിപ്പബ്ലിക്കാണോ എന്ന് പോലും അദ്ദേഹം ചോദിച്ചു. അതിനകത്ത് എവിടെയാണ് രാഷ്ട്രീയം? അത് കമ്പാരിറ്റീവായിട്ടുള്ള ഒരു വർഗീയത തന്നെയായിരുന്നു, അല്ലെങ്കിൽ സാമുദായികത തന്നെയായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യമാണ് താനും. നമ്മുടെ ഇതിനെ അഡ്രസ് ചെയ്യണം, അത് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതെ, ഒരു ശരിയാണ്. മുസ്ലിം ലീഗിലെ ഒരാൾ അബ്ദുൽ സലാം, അദ്ദേഹം PMA സലാം പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ മനോരോഗം ഉണ്ട് എന്നുള്ളൊരു വാർത്ത പറഞ്ഞിരുന്നു, അദ്ദേഹം വർത്തമാനം പറഞ്ഞിരുന്നു. പക്ഷേ അത് മുസ്ലിം ലീഗ് അങ്ങനെ മാത്രമേ അതിനകത്തൊരു രാഷ്ട്രീയം വന്നിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ സാമുദായികതയാണ്. അവിടെ മലപ്പുറത്ത് ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ മുസ്ലിം പ്രമാണിമാരുടെ എന്ന് പറഞ്ഞാൽ മുസ്ലിം സവർണരുടേതാണ്, പണക്കാരായ മുസ്ലിങ്ങളുടെ. അവർ ജന്മന്മാരായിട്ടുണ്ട്, നമ്മളത് മറച്ചു വയ്ക്കുക. മുതലാളിമാരായിട്ടുണ്ട് കണ്ണൂരിലും അതുപോലെ തന്നെ മലപ്പുറത്തും. ആ ഭാഗത്തെല്ലാം മലപ്പുറത്ത് ഈ ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു മാപ്പിള ലഹള എന്ന് പറയുന്നുണ്ടല്ലോ. ഈ മാപ്പിളമാരിൽ ധാരാളമായിട്ട് ഉടമകളായിട്ടുള്ള പ്രഭുക്കളായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ചരിത്രം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരൊറ്റ അത്തരം ഭൂപ്രഭുവിനെ പോലും കൊന്നിട്ടില്ല. കൊന്നത് മുഴുവൻ അമുസ്ലിങ്ങളായിട്ടുള്ള ഭൂപ്രഭുക്കളെയാണ്. പിന്നെ അത് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരമാവുന്നത്? വർഗീയ ലഹളയാണ്. ആ വർഗീയ ലഹളയെ സ്വാതന്ത്ര്യ സമരമായിട്ട് വെള്ളപൂശുകയും അതേ അവസരത്തിൽ തന്നെ വേറെ ആരെങ്കിലും ആ സത്യം പറഞ്ഞാൽ അതിനെ വർഗീയതയായിട്ട് വെള്ളപൂശുകയും ചെയ്യുന്ന അതേ പിണറായി വിജയൻ തന്നെ RSS പറഞ്ഞ അതേ കാര്യങ്ങൾ, അതേ സത്യങ്ങൾ, പൊള്ളുന്ന സത്യങ്ങൾ പറഞ്ഞപ്പോൾ വെള്ളാപ്പള്ളിക്ക് വെള്ളപൂശി എന്താക്കി? അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയക്കാരനാക്കി. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസം. ഇപ്പോൾ വിറ്റഴിക്കപ്പെടുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ ചരക്കാണ്. അത് വളരെ കൃത്യമായിട്ട് SNDP യോഗത്തിന്റെ വോട്ട് ലക്ഷ്യമാക്കിയുള്ള ഒരു പണിയാണ്, ഒരു പ്രവൃത്തിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അതെ, അപ്പം ഈ സമവാക്യത്തെ നമുക്ക് ഏകീകരിച്ചു കഴിഞ്ഞാൽ RSS വർഗീയതവാദിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാദങ്ങളെ അംഗീകരിച്ച പിണറായി വിജയനും വർഗവാദിയല്ല, വർഗീയവാദി തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.